പാഠം 736. നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. ഹലോ, വിദ്യ, എന്താ വിശേഷം? ആണോ? എന്നിട്ട് എന്ത് പറഞ്ഞു? അതെയോ? ഇതിനാണോ എന്നെ ഇന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞത്? കഷ്ടം. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്ന് അറിയാം വിദ്യയെ. ഓ, ഞാൻ നിന്നെ വിളിക്കാം. രാവിലെ കുറച്ച് തിരക്കില്ല. എന്തു പറ്റി? ഏതോ ഒരു സ്വപ്നം പൊലിഞ്ഞു പോയല്ലോ. ഒന്നും പറയണ്ട മോനേട്ടാ. ടൗണിലെ വലിയ ബിസിനസ് ഗ്രൂപ്പ് ആണല്ലോ പുരുഷോത്തമൻ സാറിന്റെ PK ഗ്രൂപ്പ്. ഇന്നലെ അവരുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഇന്ന് അത്യാവശ്യമായിട്ട് അവരുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പുരുഷോത്തമൻ സാറിന് നേരിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണെന്ന്. അപ്പോ ഈ PK ഗ്രൂപ്പിന് നല്ല വക്കീലും മരുന്ന് കിട്ടാനില്ലേ? പറയുന്നത് കേക്ക് മോനട്ടാ. ഞാൻ കരുതി PK ഗ്രൂപ്പിന്റെ ഏതോ വമ്പൻ കേസ് എന്നെ ഏൽപ്പിക്കാൻ പോവാന്ന്. അവരുടെ ഒരു കേസ് വാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ലല്ലോ. രാവിലെ പുരുഷോത്തമ സാറിന്റെ വീട്ടിൽ ചെന്ന് കാണാനാണ് പറഞ്ഞത്. വിദ്യയുടെ വീട് അതിനടുത്തായതുകൊണ്ട് ഞാൻ അവളോട് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോഴല്ലേ കാര്യം പറഞ്ഞത്. പുരുഷോത്തമ സാറിന് ഏതൊരു എഗ്രിമെന്റ് തയ്യാറാക്കണം. അതിന് വക്കീലന്മാരാരെങ്കിലും ഒന്നും വേണം. അത്രേ ഉണ്ടായിരുന്നുള്ള കാര്യം. ഞങ്ങൾ കരുതല് കേസും കോടതി ഒന്നും ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പുരുഷോത്തമൻ സാറിന്റെ കേസ് വാദിച്ച് വലിയ പുള്ളിയാകാമെന്ന ഇന്നലെ വൈകുന്നേരം മുതൽ കിട്ടിയ മനക്കോട്ട പൊളിഞ്ഞു എന്നർത്ഥം. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്ന പോലെ സത്യഭാമ വക്കീൽ വീണ്ടും പഴയ സാധാ വക്കീലായി. ഒരുപാട് അങ്ങ് കളിയാക്കൊന്നും വേണ്ട. പുരുഷോത്തമ സാറിന്റെ കേസില്ലെങ്കിൽ വേറെ കേസ്. എന്തായാലും ഈ സത്യഭാമ അങ്ങനെ തോറ്റെടുക്കാനും തയ്യാറല്ല. ആയിക്കോട്ടെ. പക്ഷെ ഭാമേ, എന്താ ഇപ്പോ നിനക്ക് ഞാൻ ഒരു ഉപദേശം തരാൻ പോവുക. ഒരാളൊന്ന് ഫോൺ ചെയ്ത് കാണണമെന്ന് പറയുമ്പോഴേക്കും അതൊരു ഭയങ്കര കേസ് വാദിക്കാനാണെന്ന് കരുതരുത്. ഒരു ഫോൺ കോളിന് അത് അർഹിക്കുന്ന ഗൗരവമേ കൊടുക്കാം. എന്ത് കാര്യമാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഗൗരവം കൊടുത്താൽ പിന്നെ സങ്കടപ്പെടേണ്ടി വരും. സാറിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു. പോരെ, ഫോൺ എടുക്ക. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. എന്താ രാവിലെ? ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസിലേക്ക് വരാനിരിക്കായിരുന്നു. ഇവിടെ കൊണ്ടുവച്ചേ. ഹലോ ഉത്തമ, ഞാനാ. എന്താ വക്കീലേ? അതെ, ഇന്നലെ ഇവിടെ വന്ന് പഴയ കടലാസം പത്രമൊക്കെ ഒരാൾ വാങ്ങിക്കൊണ്ട് പോയി. അതാരാണെന്ന് ഉത്തമന് അറിയാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാ നമ്മുടെ നാട്ടിൽ ആക്രി കച്ചവടം നടന്ന ഒരുപാട് പേരുണ്ടല്ലേ. അവരുടെ ഇടയിൽ നിന്ന് അങ്ങനെ ആളെ കണ്ടുപിടിക്കും. ഉത്തമ, എങ്ങനെങ്കിലും അയാളെ ഒന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അയാൾ കൊണ്ടുപോയ കടലാസിനിടയിൽ മോഹനന്റെ ഒരു ചെക്ക് ഉണ്ടായിരുന്നു. അയ്യോ, ചെക്കാ? അതെ. എങ്ങനെങ്കിലും അയാളൊന്ന് കണ്ടുപിടിക്കും ഉത്തമ. ഇല്ലെങ്കിൽ സംഗതിയാകെ പ്രശ്നമാവും. അതിപ്പോ പറയുന്നത് പോലെ എളുപ്പമുള്ള സംഗതിയല്ല വക്കീലേ. എന്തായാലും ഞാൻ ഒന്ന് നോക്കട്ടെ. ശരി. ഓഹോ, അപ്പൊ അതാണ് സംഭവം. ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി അവിടെ ഇരുന്ന് സകല സാധനം നീ എടുത്ത് അങ്ങ് വിറ്റു. അല്ല മോനട്ടാ, ഇന്നലെ മോഹനട്ട പോയി കഴിഞ്ഞപ്പോ ഒരാക്രിക്കാരൻ അവിടെ വന്നു. പഴയ സാധനങ്ങൾ വല്ലതും വിൽക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, കുറെ കടലാസും പഴയ ബുക്കൊക്കെ ഉണ്ട്, അതെടുക്കുന്നോന്ന്. അയാൾ പറഞ്ഞു അത് എടുക്കാന്ന്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പഴയ സാധനങ്ങൾക്കൊപ്പം നീ എന്റെ ചെക്ക് എടുത്താൽ കൊടുത്തു. അയ്യോ, എന്റെ മോഹനന്റെ ചെക്ക് അതിലുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടല്ലോ. കഴിഞ്ഞ ഞായറാഴ്ചയിലെ അടുക്കി ഒതുക്കി വെച്ചപ്പോ മോഹനട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ആവശ്യമില്ലാത്ത കുറെ കടലാസുണ്ട്, അതെടുത്ത് കത്തിച്ച് കളവാമെന്ന്. ഇന്നലെ ഒരു ആക്രിക്കാരൻ വന്നപ്പോ ഞാൻ കരുതി അയാൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ കത്തിക്കുന്ന മെനക്കെട് ഒഴിവാക്കാലോ എന്ന്. നിന്റെ ഒരു സാധനം പോയില്ലല്ലോ, എന്റെ സാധനങ്ങളല്ലേ പോയത്. ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി നീ ഒരു ആക്രിക്കാരനെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുന്ന് എല്ലായിടത്തും കൊടുത്തു. എന്റെ മോനട്ട് എന്തൊക്കെയാ പറയണത്? ഞാൻ അങ്ങനെ ചെയ്യുവോ? 275 രൂപയുടെ ഒരു ചെക്ക് കണ്ടുപിടിച്ച് തന്നേന് 500 രൂപ കൂലിയോ?
എത്ര രൂപയുടെ ചെക്ക്? 275 രൂപ. വില്ലേജ് ഓഫീസിലേക്ക് പേപ്പറും പേനയൊക്കെ വാങ്ങിക്കൊടുത്തതിന്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിന്റെയൊക്കെ ബില്ല് കൊടുത്തപ്പോ ട്രഷറിയിൽ നിന്ന് കിട്ടിയ ചെക്കായത്. ഈ 275 രൂപയുടെ പേരിലാണോ മോഹനേട്ടൻ ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത്? എന്താ 275 രൂപ എന്ന് പറഞ്ഞാൽ അത്ര ശരിയാണോ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ രൂപയ്ക്കും എനിക്ക് വിലയുണ്ട്. അതെ, സാറി പറയുന്ന ഉള്ളതാണ്. അതെ ഉത്തമ, എവിടെ? 275 രൂപ. മോനേട്ടാ പുറത്തേക്കുന്ന ദാസപ്പനോട് ഞാൻ എന്തോന്ന് പറയും?